ആടാ എല്ലാം വലിച്ചിരി കളയണ അത് എടുത്ത് വലിച്ചിരി കള. ആ ചോദിക്കാൻ പറ്റാതെ ഹെൽമെറ്റ് അല്ലേ ഇരിക്കുന്നേ, എടുത്ത് തലക്കടിക്ക്. ആ രക്ഷാപ്രവർത്തനം പറഞ്ഞാ മതി. സഖാവേ അല്ല മാങ്ങ പറിക്കുക. ചീരകൃഷി മാത്രമുള്ള സഖാവേ? അല്ല എല്ലാ കൃഷിയും ഉണ്ട്. ഞാൻ ബാങ്ക് കയറിയതിനു ശേഷം ലോൺ കിട്ടി, അറിയാമല്ലോ. ഓ അതല്ലേ ഞാൻ ഈ അനുഭവിച്ചോണ്ടിരിക്കുന്നത്. ഒറ്റ കുത്തു വെച്ചിരുന്ന കേട്ടോ. പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മളാ ഭരിക്കുന്ന, അറിയാമല്ലോ. അതറിയാലോ. ആ പ്രാവശ്യം ഇലക്ഷൻ നടത്തും നോക്കെ, വോട്ട് നമുക്ക് തന്നെ ആണല്ലോ. പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? വോട്ട് നമുക്ക് തന്നെ. അതറിയാം, എന്നാലും പറയേണ്ട ഒരു കടമ ഉണ്ടല്ലോ. ജനിച്ച നാള് തൊട്ടേ കാഴ്ചയില്ലാത്തവനാണല്ലോ ഞാൻ. കാഴ്ചയില്ലാത്തവന് എന്ത്? ഓ ഓ അന്തംഗമ്മി കുത്തിയതായില്ലേ? അങ്ങനെ കുത്തണമെന്നുണ്ടല്ലേ വാലറ്റി കൊണ്ട് കുത്തിയാൽ മതി കേട്ടോ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. അപ്പൊ ബൂത്തി കാണാം. ലാൽസലാം ലാൽസലാം സഖാവേ. സഖാവേ എനിക്ക് 1-2 ചോദ്യം ചോദിക്കാനുണ്ട്. കടക്ക് പുറത്ത് നിന്റെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. അല്ലേ വേണ്ട, 4-5 ഓട്ടുള്ള വെറുതെ കളയണ്ട. സാധാരണ പുതിയ കണ്ട ചോദിക്കാൻ കൊടുക്കാറില്ല. നീ അല്ലേ ചോദിക്ക്. ഇതിപ്പോ രാജഭരണ കാലം വല്ല ആണോ? എന്ത് പറഞ്ഞു, രാജഭരണമൊക്കെ ഇതിന് കാലം കുറെ ഇല്ല. അത് സ്വാതന്ത്ര്യത്തിന് മുമ്പല്ലായിരുന്നു. നമ്മുടെ പാർട്ടിക്കാരായതുകൊണ്ടായിരിക്കും ആരും ഒന്നും മിണ്ടാത്തത്. അല്ല ഇപ്പോഴും രാജഭരണ കാലമെന്ന് അസൂയക്കാർ പറയുന്നതായിരിക്കും അല്ലയോ? കള്ളമാണ്. അല്ല പണ്ട് രാജഭരണ കാലത്തല്ലയോ ഈ മക്കൾക്കും മരുമക്കൾക്കും രാജഭരണം കൈമാറുന്ന ഒരു സമ്പ്രദായം ഉള്ളത്. നമ്മുടെ രാജാവോ അല്ല നമ്മുടെ നേതാവ് സ്വന്തം മരുമകന് സീറ്റ് കിട്ടാൻ വേണ്ടി കൂട്ടത്തിലുള്ളവരുടെ സീറ്റും തലയും വെട്ടിയെന്ന് കേട്ട് ശരിയാണോ? ചുമ്മാ കള്ള വന്നത്, ശുദ്ധ കള്ള അത് കേട്ടോ. അപ്പോൾ അർഹതപ്പെട്ടവർക്ക് മാത്രമേ സീറ്റ് കൊടുത്തിട്ടുള്ളൂ. ആ ശരിയാ, കണ്ണൂരിൽ അർഹതപ്പെട്ട ചില കലാകാരന്മാർക്ക് മാത്രമേ സീറ്റ് കൊടുത്തിട്ടുള്ളൂ അല്ലേ? മതി കേട്ടോ. അല്ല നിക്ക്, എനിക്ക് പ്രത്യേകിച്ച് ഒരു ചോദ്യം ചോദിക്കാനുണ്ടായിരുന്നു. നമ്മളെ ഈ വയനാട്ടിലെ 750 കോടി ടൗൺഷിപ്പിന്റെ കാര്യം. മതി കേട്ടോ, ഇന്നത്തെ ചോദ്യം മതി. എങ്ങോട്ടാ കയറി പോകുന്നത് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. കേട്ടോ കാണിച്ചു തരാം. ഹലോ ആടാ, ആ ഹെൽമെറ്റ് ഒന്ന് വെച്ചാൽ കേട്ടോ, ഒരു രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമുണ്ട്.